പ്രഖ്യാപിക്കപ്പെട്ട ഹർത്താൽ കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തെ പൂർണ്ണമായി സ്തംഭിപ്പിച്ച ദിവസം. ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരം ശക്തമായ പ്രതിഷേധങ്ങളും ജനരോഷവും ഒരുമിപ്പിച്ച് ഉയർത്തിയപ്പോൾ നിയന്ത്രിതമായ അക്രമരഹിത സമ്മർദ്ദം തന്നെയാണ് ഇന്നലെ ഹർത്താലിന്റെ പ്രത്യേകതയായി മാറിയത്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഹർത്താലാണ് ഇന്നലെ അരങ്ങേറിയത്. മുൻകൂട്ടി യാതൊരു സൂചനയുമില്ലാതെ സംസ്ഥാന വ്യാപകവുമായി നടന്ന സമരം കാരണം സർക്കാർ സംവിധാനങ്ങളും പോലീസും തയ്യാറാകാൻ പോലും സാധിച്ചില്ല. ദളിത് സംഘടനകളും പ്രവർത്തകരും ഒരുമിച്ച് തെരുവിലിറങ്ങിയതോടെ വാഹനങ്ങൾ തടയുകയും കടകളെ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയും ചെയ്തു. ബസ്സുകൾ പോലും തടഞ്ഞു. എങ്കിലും ശ്രദ്ധേയമായ ഒരു വസ്തുത പൊതുമുതൽ നശിപ്പിക്കുകയോ ആളുകളെ ആക്രമിക്കുകയോ ചെയ്തില്ല. അതായത് കൃത്യമായ നിർദ്ദേശങ്ങളോടെയായിരുന്നു സമരം എന്ന സൂചന ശക്തമാകുന്നു. സമരത്തിന് വ്യാപക പിന്തുണയും ലഭിച്ചു. ദളിത് ആക്ടിവിസ്റ്റുകൾക്ക് പുറമെ എഴുത്തുകാരും സിനിമാ മേഖലയിലെ പ്രമുഖരും പിന്തുണ അറിയിച്ചു. എന്നാൽ ഹർത്താൽ നിർബന്ധപൂർവ്വം നടപ്പാക്കിയതോടെ ജനങ്ങളിൽ വലിയ അസ്വീകാര്യതയും പ്രതിഷേധവും ഉയർന്നു. പ്രത്യേകിച്ച് തിരുവല്ലയിലുണ്ടായ സംഭവം ഏറെ വിവാദമായി. ക്യാൻസർ രോഗിയെ ആശുപത്രിയിലേക്ക് പോകുന്നത് തടഞ്ഞതായ റിപ്പോർട്ടുകൾ, മരിച്ചാലും പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഇതിനിടെ ചില ധീരമായ ചെറുത്തുനിൽപ്പുകളും ശ്രദ്ധേയമായി. കണിയാപുരത്ത് പോലീസ് ഓഫീസറായ ലൈസാദ് മുഹമ്മദ് വാഹനങ്ങൾ തടഞ്ഞവരെ ശക്തമായി നേരിട്ട് അറസ്റ്റ് ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വലിയ പ്രശംസ ലഭിച്ചു. അതുപോലെ ഒരു യുവാവ് ഒറ്റയ്ക്ക് ബൈക്കിലെത്തി വാഹനം തടയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചു. ഒരു വീട്ടമ്മ കുഞ്ഞിനെ കയ്യിലെടുത്ത് സമരത്തെ നേരിട്ട സംഭവവും ശ്രദ്ധേയമായി. കട അടപ്പിക്കാൻ എത്തിയവരെ എതിർത്ത വ്യാപാരികളും രംഗത്തെത്തി. ഇതിനിടെ മാധ്യമങ്ങളും സൂക്ഷ്മ നിലപാട് സ്വീകരിച്ചു. ദളിത് വിരുദ്ധമെന്ന മുദ്ര കുത്തപ്പെടുന്ന ആശങ്കയിൽ ചിലർ വിമർശനത്തിൽ നിന്ന് പിന്മാറിയെന്ന് വിലയിരുത്തലുകളും ഉയർന്നു. സംഭവത്തെ ഗൗരവമായി എടുത്ത കേരള ഹൈക്കോടതി അവധിക്കാല ബെഞ്ച് സ്വമേധയാ കേസെടുത്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഹർത്താലിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഇതിനു പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. ഹർത്താൽ അക്രമരഹിതമായിരുന്നുവെന്ന വാദവും ജനങ്ങളെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിച്ചുവെന്ന യാഥാർത്ഥ്യവും തമ്മിൽ കേരളം വലിയ ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. നിയമപരമായ നടപടികളും ജനങ്ങളുടെ ശക്തമായ പ്രതികരണവും കൂടി വന്നപ്പോൾ ഭാവിയിൽ ഇത്തരം സമരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വണ്ടി വിട്ടേ പറ്റത്തുള്ളൂ. അതല്ലേ നിയമം. നിങ്ങളെ ജനാധിപത്യ ഹർത്താൽ നടത്തി 1 മണിക്കൂർ വണ്ടി കളഞ്ഞു. നിങ്ങളുടെ അറസ്റ്റ് എന്ന് സഹകരിക്കണം, വണ്ടി പോകണം, അത്രയുള്ള കാര്യം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നിങ്ങൾ ഹർത്താൽ നടത്തിക്കോളൂ, പക്ഷെ ബൈക്ക് പോലും തടയാൻ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി. ബൈക്കിൽ വന്ന് വാഹനങ്ങൾ തടയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരനും വലിയ സ്വീകരണം ലഭിച്ചു. നമ്മളെ പിള്ളേർ വെച്ചാൽ നമ്മൾ കാണിക്കുന്നില്ല. ഏത് വണ്ടി നഗരമാണോ? ഒരു വണ്ടി ഒരു കാര്യമുണ്ട്. ഹർത്താലിന് വണ്ടി പിടിച്ചു വെക്കാൻ വേണ്ടി അറിയില്ല. അങ്ങനെയാണെങ്കിൽ വണ്ടി നടന്നു പോയിട്ട് നടന്നു പറഞ്ഞിട്ട് ഇറക്കിട്ട് വണ്ടി പിടിച്ചു വെക്കും. അപ്പൊ വേറെ വണ്ടി എന്താ അത് വണ്ടിയിലാണ് ഓടിക്കുന്നത്. നടന്നു പോയിട്ട് പിടിച്ചു വെത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഉണ്ടാക്കിയാൽ ഇതിനിടയിൽ ഒരു വീട്ടമ്മയുടെ ഒറ്റയാൻ പ്രകടനം. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ടാണ് വീട്ടമ്മ ഈ സമരത്തെ പ്രതിരോധിച്ചത്. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്നത് എനിക്ക് ഉറപ്പില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഈ ഹർത്താലുകാരോട് എന്താ പറയുന്നത്?
ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യങ്ങൾ